ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ രസം റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒരു തവണ നിങ്ങൾ ഈ രസം ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളുടെ ഫേവററ്റിലൊന്നായിരിക്കും ഉറപ്പായിട്ടും ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചെറിയൊരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 7-8 വെളുത്തുള്ളി അല്ലി, അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6-7 ചെറിയ ഉള്ളി കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്തേക്കണം. ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളകും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് രസം തയ്യാറാക്കി തുടങ്ങാം. ഫസ്റ്റ് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് കടുകാണ്. അപ്പോൾ ആ കടുകും ചേർത്ത് കൊടുത്തിട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. ഫസ്റ്റിലേ നമ്മൾ ഈ കറിവേപ്പില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. വറ്റൽമുളകും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകമാണ്. അപ്പോൾ ആ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. വേറെ മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് പുളി എടുത്തിട്ടുള്ളത്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ ഒരു പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ജ്യൂസാക്കിയതിന് ശേഷം അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. പുളിവെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടിയാണ്. നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ, ആ കായപ്പൊടി തന്നെയാണ്. അതും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ രസത്തിന് എപ്പോഴും നല്ല ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് പൊങ്ങാൻ പാടില്ല. ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ രസമെല്ലാം നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് തിളച്ച് വരാൻ തുടങ്ങി നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും തക്കാളി ലാസ്റ്റിൽ മാത്രമേ ചേർക്കാറുള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി. മല്ലിയില ഇല്ലാതെ നമ്മുടെ രസം അത് കറക്റ്റ് ആവില്ല എപ്പോഴും. അപ്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് രസം വെച്ചേക്കണം. നന്നായിട്ട് തിളച്ച് പൊങ്ങാൻ പാടില്ല, എങ്കിൽ പിന്നെ ആ രസത്തിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. ഇതുപോലെ ഒന്ന് നമ്മുടെ രസമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ രസം തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.